കണ്ണൂരിൽ ബാങ്ക് ജീവനക്കാരി ഭർത്തൃവീട്ടിൽ മരിച്ചത് കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കൾ. SBI മാടായി കോഴി ബസാർ ശാഖയിലെ ജീവനക്കാരി ദിവ്യയുടെ മരണത്തിലാണ് പരാതിയുമായി പിതാവ് രംഗത്തെത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദിവ്യയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സംഭവ ദിവസം രാത്രി ദിവ്യയെ നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചിരുന്നതായി 10 വയസ്സുകാരനായ മകൻ പറഞ്ഞതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. SBI മാടായി കോഴി ബസാർ ശാഖയിലെ ജീവനക്കാരിയായിരുന്ന TK ദിവ്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പിതാവ് M ശങ്കരൻ കൊലപാതക ആരോപണവുമായി രംഗത്തെത്തിയത്. ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദിവ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഭർത്താവ് ഉണ്ണികൃഷ്ണനും ഭർത്തൃമാതാവും ദിവ്യയെ ജാതീയാധിക്ഷേപം നടത്തി നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് പഴയങ്ങാടി പോലീസിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 9 മാസം ആവുന്നേ ഉള്ളൂ. 8 മാസം ആവുന്നേ ഉള്ളൂ. 9 മാസം എന്നാണ് ഇവർ കൊടുത്തിട്ട് 8 മാസം ആവുന്നേ ഉള്ളൂ. പക്ഷേ 1-2 മാസം 3 മാസത്തോളം ഇതിലിങ്ങനെ ആകുമെന്ന് പറയാൻ നമ്മളറിയില്ല. അങ്ങനെ എന്താണ് ഉണ്ടായിട്ടുണ്ടാവും. അതിനുശേഷം ഇത് അത്യാവശ്യം ചില ഒരു കാര്യങ്ങളെല്ലാം അറിയാറുണ്ട്. ഒരു ദിവസം ഞാനവിടെ പോയ സമയത്ത് ഒരു കമ്പനി വഴക്കുണ്ടായിട്ട് ഞാൻ ഉള്ള കയറി പോയല്ല, എൻ്റെ അമ്മ വിളിച്ച് വാങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയ സമയത്ത് പിന്നെ ഇവർ അമ്മയും മോനും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവളും അതിന് ചില എന്തെല്ലാം മറുപടി ഞങ്ങൾ എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും മുളക് കൊണ്ട് പോകാന്ന് പറയും. പിന്നെ ഇവൻ പറഞ്ഞ് ഞാൻ അവിടെ വിടാൻ തയ്യാറില്ല. തയ്യാറില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മൂത്ത പോരും ചെയ്തു. ഞാൻ ഇവളുടെ പറഞ്ഞു വരുന്നത് പിന്നെ എനിക്ക് പറ്റില്ല എങ്ങനെ തിരിച്ചു പോരുന്നു ഒന്നില്ല. 2023 ഏപ്രിൽ 17 ദിവ്യയും ഉണ്ണികൃഷ്ണനും വിവാഹിതരാകുന്നത്. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു. സംഭവ ദിവസം രാത്രി അമ്മയെ നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചതായും ഛർദ്ദിച്ചപ്പോൾ വീണ്ടും കഴിപ്പിച്ചതായും 10 വയസ്സുകാരൻ മകൻ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ.